Hi dears, Nishi's Kitchen Vlogs like swagatham. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ നാട്ടിലെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ കയ്യൂർ ഭാഗത്ത് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ചക്കയും കോഴിയും മൊളീശം. നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. ഇത് എൻ്റെ നാട്ടിലത്തെ ഡിഷ് ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം കാസർഗോഡ് ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ കുറച്ച് പച്ച ചക്കച്ചോള കുരും ചമ്മണിയെല്ലാം മാറ്റി ഇരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് മൂത്ത ചക്കയാണ് ശരിക്കും വേണ്ടത്. ഇതിപ്പോ അത്ര മൂത്തിട്ടാ. മൂത്ത ചക്ക കിട്ടുന്നവർ അതെടുക്കാം. എനിക്കിപ്പോ ഇവിടെ കിട്ടുന്ന ചക്ക വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. ഇതിനി മുറിച്ചെടുക്കാം. അങ്ങനെ കൃത്യമായിട്ട് ഷേപ്പ് വേണമെന്നില്ല, ഏകദേശം ഇതുപോലെ മുറിയത്തിൽ മുറിക്കാം. ചക്കച്ചോളയെല്ലാം മുറിച്ച് കവിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ മുറിച്ച കഷ്ണമായിട്ട് തന്നെ മേടിക്കുന്നതുകൊണ്ട് ഞാൻ കവിയെടുക്കുന്നത്. നാട്ടില് നമ്മളെ വീട്ടിൽ തന്നെ ഇല്ല ഫ്രഷ് ചക്ക ഇരിഞ്ഞെടുക്കുന്നതാണെങ്കിൽ കവണമെന്നില്ല. പിന്നെ കുറച്ച് ചക്കക്കുരു മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 4-5 ചെറിയ കഷ്ണം ചിക്കൻ കവിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പം ചക്ക കുറച്ചേ ഇല്ലത് കൊണ്ട് ചിക്കൻ കുറച്ചെടുക്കുന്നത്. ചക്ക അധികം എടുക്കുന്നെങ്കിൽ ചിക്കൻ അധികം എടുക്കാം. ഇനി ഈ ചിക്കനും ചക്കക്കുരും അധികം വേവില്ലോണ്ട് ഇത് മാത്രം ആദ്യം വേവിച്ചെടുക്കാം. ആദ്യം ഈ ചിക്കൻ അടുപ്പത്തൊരു ചട്ടിയിലേക്ക് ഇടാം. ഇതിന്റെ ഒപ്പം തന്നെ ചക്കക്കുരു മുറിച്ചതൂടാം. ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് തീ കത്തിക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. ഇനി കുരുമുളക് പൊടിയാണ് അധികം വേണ്ടത്. കുരുമുളക് പൊടിയുടെ എരിവും അതിന്റെ ഫ്ലേവറും മുമ്പിൽ നിൽക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ചിക്കനും ചക്കക്കുരും ഒരു പകുതി വേവായിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 മിനിറ്റ് സമയത്തുണ്ട് ഇത് വേവാൻ വെച്ചിട്ട്. ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച ചക്ക ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെള്ളം കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുത്ത മല്ലിപ്പൊടിയാണ്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മല്ലിപ്പൊടി എടുത്താലേ ഇനി ശരിക്കും ടേസ്റ്റ് കിട്ടൂലോ. ഇത് ഇളക്കി കൊടുക്കാം. ഇനി അടച്ചു വെച്ച് തീ കുറച്ച് ചക്ക വേവിച്ചെടുക്കാം. ചക്ക പോകുമ്പോഴേക്ക് മൊളീശത്തിലേക്ക് ചേർക്കേണ്ട തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചെറിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 2 അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി മുറിച്ച് ചേർക്കാം. ഈ ജീരകത്തിന്റെ വെളുത്തുള്ളിയിലോ എന്തെങ്കിലും ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കി ചെയ്യാം. ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് ഒരു ചതച്ച പാകത്തിന് അരച്ചെടുക്കാം. അധികം അരിയാൻ പാടില്ല. എല്ലാം കൂടി ചതച്ച പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ചക്ക പോവാൻ വെച്ചത് ഇപ്പം പാകത്തിന് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചക്ക ശരിക്കും ഉടയണം. നല്ല മൂത്ത ചക്കയാണെങ്കിൽ ഉടയും. ഇതിപ്പോ അധികം മൂക്കാത്ത ചക്ക ആയതുകൊണ്ട് ഉടയുന്നില്ല. ഞാൻ വേവ് നോക്കിയിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പം ഇതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് കുരുമുളകിന്റെ ഒരു ലേശം കുറവുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചതച്ചെടുത്ത് ചേർക്കാം. ലേശം മിക്സിയുടെ ജാറ് കവിയ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇത് ഒന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിക്കാം. തേങ്ങ ചേർത്താൽ തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് കരിയാമ്പലിയും കൂടി ഇട്ട് തീ ഓഫാക്കാം. ഇതില് നമ്മുടെ നാട്ടിൽ ശരിക്കും ഗരം മസാല ചേർക്കാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. വേണ്ടുന്നവർക്ക് ഒരു നുള്ളു ഗരം മസാല വേണം ചേർക്കാം. ഇതിങ്ങനെ അധികം കട്ടിയല്ലാതെ അധികം ചാറുമില്ലാതെയാണ് വേണ്ടത്. ഇപ്പൊ ചക്ക ഉടയാത്തതുകൊണ്ട് ഇങ്ങനെ അതിന്റെ ശരിക്കുള്ള രൂപം വന്നിട്ടാ. എന്നാലും ടേസ്റ്റ് സൂപ്പറാണ്. ഇനി ഇതിലേക്ക് കടും തേങ്ങയെല്ലാം വറുത്തിടണം. അതുവരെ അടച്ചു മാറ്റി വെക്കാം. ഒരു വാലുരുളി ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും പറങ്കിയും കരിയാമ്പിലിയും കുറച്ച് തേങ്ങ ചെറിയത് തൊട്ട് വറുത്തെടുക്കാം. തേങ്ങ കുറച്ച് അധികം ഉണ്ടായാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം കടുവെല്ലാം പൊട്ടി തേങ്ങ
ആവശ്യത്തിന് ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി ഇത് മോളിശത്തിലേക്ക് ചേർക്കാം. വറുത്തിട്ടാൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് അതിന് ശേഷം തുറന്നെടുത്ത് കഴിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നല്ല കിടിലൻ ടേസ്റ്റിൽ എൻ്റെ ചെറുവത്തൂർ സ്പെഷ്യൽ ചക്കയും കോഴിയും മോളീശം റെഡിയാണ്. ഇതിന് ഒരു ബൗളിൽ സെർവ് ചെയ്യാം. ഇത് മൂത്ത ചക്കയാണെങ്കിൽ ചക്ക ഉടഞ്ഞിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ലൂസായിട്ട് ഉണ്ടാവല്ലേ. ഇതിപ്പം മൂക്കാത്ത ചക്കയോണ്ട് അധികം ചാറാക്കാൻ കഴിയില്ല. എന്നാലും ചാറ് വേറെയും കഷ്ണം വേറെയും ഉണ്ടാവും. എന്നാലും ടേസ്റ്റ് അപാരാണ്. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.